ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 8-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇത് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായമാണ്. ഈ 2-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശ മുഖാന്തരം തൻ്റെ ജനത്തോട് അവരുടെ തെറ്റുകളെക്കുറിച്ചും അവരുടെ ചെയ്തികളെക്കുറിച്ചും പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ രസകരമായ ഒരു വാക്യമാണ്. അതൊരു നല്ല വാക്യമാണ്, ഇസ്രായേലിനെ സന്തോഷം വരുത്തുന്ന ഒരു വാക്യമാണ്. എന്താണ് ദൈവം പറയുന്നത്? 25-ാമത്തെ വാക്യം: നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിന് കീഴെങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. അവർ നിൻ്റെ ശ്രുതി കേട്ട് നിൻ്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും. ദൈവം മോശയോട് പറയുകയാണ്, ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചൊരു ഭയം ലോകത്തുള്ള എല്ലാ ജനതകൾക്കും ഉണ്ടാകും. അത് ദൈവം വരുത്തുമെന്നാണ് പറഞ്ഞത്. ദൈവം വരുത്തുമെന്നാണ് പറഞ്ഞത്. യഹോവയാൽ വരുന്ന പേടിയും ഭീതിയുമാണത്. യഹോവയാൽ വരുന്ന പേടിയും ഭീതിയും. ഇസ്രായേൽ വലിയൊരു ജനതയാണ്. 22 ലക്ഷം ആളുകളാണ് ഇസ്രായേലിൽ നിന്ന് പോകുന്നത്. അത് യുദ്ധസന്നദ്ധരായ 6 ലക്ഷം യുവാക്കന്മാരുണ്ടായിരുന്നു. യുദ്ധസന്നദ്ധരായ 6 ലക്ഷം യുവാക്കന്മാർ, 20 വയസ്സ് മേൽപോട്ട് പ്രായമുണ്ടായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും തന്നെ 20 വയസ്സ് മേൽ പ്രായമുണ്ടായിരുന്ന എല്ലാവരും തന്നെ അടുത്ത 38 വർഷങ്ങൾ കൊണ്ട് ഈ മരുഭൂമിയിൽ ചത്തുടങ്ങി. പുതിയൊരു തലമുറയുമായി യോർദാൻ്റെ കിഴക്ക് എത്തിയിരിക്കുകയാണ് അവർ. മരിച്ചുപോയ ജനത്തിന് പകരം പുതിയൊരു തലമുറയുമായിട്ടാണ് ജനം യോർദാൻ്റെ കരയിലെത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും മരുഭൂമി ജനിച്ചു വളർന്ന ജനമാണ്. ഈ ജനം ശക്തരാണ്, എണ്ണത്തിലും അവർ വലിയൊരു ജനതയാണ്. മരുഭൂമി ജനിച്ചു വളർന്നവരായ ആളുകളാണെന്ന് പറയുമ്പോൾ ചൂടും തണുപ്പും എല്ലാം ഏറ്റ് പലവിധമായ കഷ്ടങ്ങളും സഹിച്ച് അതിനെല്ലാം അതിജീവിച്ച് വന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ജനതയുമായിട്ട് കനാനിലേക്ക് വരുമ്പോൾ ചുറ്റുമുള്ളതായിരിക്കുന്ന ജാതികൾക്ക് ഇസ്രായേലിനെ ഭയമാണ്. ജനസംഖ്യയിലുള്ള അവരുടെ പെരുപ്പവും അവരുടെ മധ്യയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും കനാൻ നാട് അവർക്ക് നൽകാമെന്ന് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവരെ ഭയപ്പെടുത്തിയത്. കാരണം അവരുടെ ജനങ്ങളുടെ പെരുപ്പം, ദൈവത്തിൻ്റെ സാന്നിധ്യം, അബ്രഹാമിൻ്റെ ദേശം സംബന്ധിച്ച് കൊടുത്തതായിരിക്കുന്ന ഒരു വാഗ്ദത്തം. അപ്പോൾ അവിടെ വസിച്ചതായിരിക്കുന്ന ജനങ്ങളുടെ ആയുധത്തിൻ്റെ ബലം ഒന്നും ഇവരെ എതിർക്കാനായിട്ട് പര്യാപ്തമല്ലായിരുന്നു എന്ന് അവർക്കറിയാം. കാരണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. ദൈവം തന്നെ ഈ ദേശം, ഈ നാട് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായിട്ട് കൊടുത്തതാണ്. എന്നാൽ ഈ ജനങ്ങൾക്ക് പേടിയുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ കയ്യിലെ ആയുധമൊന്നുമല്ല, അതൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തിലുള്ള തന്ത്രങ്ങളൊന്നും ആയിരുന്നില്ല. യോശുവ വളരെ വലിയ യുദ്ധതന്ത്രത്തിലാണ്. ഇന്ന് പോലും ലോകപ്രശസ്തരായിരിക്കുന്ന ജനറൽമാരൊക്കെ യോശുവയുടെ യുദ്ധ തന്ത്രങ്ങളെക്കുറിച്ച് പഠിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. കാരണം 31 രാജാക്കന്മാരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവരെ എല്ലാം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദേശം പിടിച്ചെടുത്തതായിരിക്കും മനുഷ്യനാണ് യോശുവ. ചിലരുടെ കാര്യമൊന്നുമല്ലത്. എന്നാൽ ഇതിൻ്റെ എല്ലാം പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ജനങ്ങൾ ഭയപ്പെടാൻ കാര്യം യഹോവ അവരോടുകൂടെ ഉണ്ട് എന്നതാണ്. യഹോവയാൽ നയിക്കപ്പെടുന്ന ജനം എന്നും മറ്റുള്ളവർക്ക് ഭയകാരണമാണ്. കാരണം അവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നറിയാം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരും പരാജയപ്പെടുത്താനാണ്. 1+ ഗോഡ് ഈസ് മെജോറിറ്റി എന്ന് പറയാറുണ്ട്. ദൈവം ഒരുവനും കൂടെ ചേർന്നാൽ ഭൂരിപക്ഷമായി. എത്ര കോടികളുണ്ടെങ്കിലും ദൈവം ആരുടെ ഭാഗത്താണെന്നുള്ളതാണ് വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അതും പോരെങ്കിൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അബ്രഹാമിനെ വിളിച്ചിറക്കിപ്പോൾ പറഞ്ഞതാണ്, ഈ കനാനി നാടെ കനാന്യരും യബൂസ്യരും ഹിവ്യരും ഹിത്യരും അമോര്യരും ഒക്കെ വസിക്കുന്നതായിരിക്കുന്ന ഈ നാട് നിനക്ക് നിൻ്റെ സന്തതികൾക്ക് തരാമെന്നുള്ളത്. ആ വാഗ്ദത്തം ഇപ്പോൾ 400 വർഷമായി. 400 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഇപ്പോൾ 400 വർഷമായത്. അബ്രഹാം എന്നോട് ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തം അവൻ അനുഭവിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ദൈവം പ്രത്യേകം പറഞ്ഞു, അബ്രഹാമുമായി ബന്ധപ്പെട്ട ഏദോമ്യരുണ്ട്, മോവാബ്യരുണ്ട്, അമ്മോന്യരുണ്ട്. ഇവരെല്ലാം അബ്രഹാമുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. നിങ്ങളവരെ ഭയപ്പെടുത്തരുതെന്ന് പറഞ്ഞു. കാരണം പറഞ്ഞു, അവർക്ക് കൊടുത്തിട്ടുള്ള ദേശമൊന്നും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. അവരും അബ്രഹാമുമായി ബന്ധപ്പെട്ട ആളുകളാണ്. കെതൂറയുടെ മക്കളും അതുപോലെ തന്നെ ലോത്തിൻ്റെ മക്കളും ഒക്കെയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുത്തതായ ദേശം ഞാൻ നിങ്ങൾക്ക് തരികയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ദൈവം മോശയോട് പറഞ്ഞ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളവരെ ഭയപ്പെടുത്തരുത്. ദൈവമക്കൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തരുത്. പക്ഷേ എന്നാൽ ദൈവമക്കളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഭയം അവർക്ക് വേണം താനും. ദൈവമക്കളെക്കുറിച്ചുള്ള ഭയം എന്താണ്? ദൈവം അവരോടുകൂടെ ഉണ്ട്. ദൈവം അവർക്ക് ചില വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അവരെക്കുറിച്ചുള്ള ഭയമെന്ന് പറയുന്നത്. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് ലോകം മനസ്സിലാക്കുമ്പോൾ നമ്മെ ലോകത്തിന് പേടിക്കാതിരിക്കാനൊക്കില്ല. അതുപോലെ ഈ ലോകത്തിൽ നമുക്ക് ചില വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ
അതിനെ അവർക്ക് ഭയപ്പെടാതിരിക്കാൻ സാധ്യമല്ല. പക്ഷേ നാം അവരെ ഭയപ്പെടുത്തരുത്, നാം ആരെയും ഭയപ്പെടുത്തരുത്. നമ്മളുടെ ജോലി ഭയപ്പെടുത്തുക എന്നുള്ളതല്ല. ഇസ്രായേൽ മക്കൾ ആരെയും ഭയപ്പെടുത്തിയില്ല, പക്ഷേ ഇസ്രായേൽ മക്കളെ എല്ലാവർക്കും ഭയമായിരുന്നു. ഇസ്രായേൽ മക്കൾ ആരുടെയും ദൈവം വിലക്കിയിട്ടുള്ള ഒരൊറ്റ ദേശത്തെ പിടിച്ചിടക്കിയില്ല, അതിലൊരാളെയും കൊന്നില്ല. കാരണം ദൈവം അത് വിലക്കിയിരുന്നു. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തന രീതികളും നമ്മുടെ വിജയരഹസ്യങ്ങളും ഒക്കെ ദൈവമാണ്. ദൈവം നമ്മുടെ മധ്യമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞ് ദൈവം തരും. അപ്പോൾ അതുകൊണ്ട് നാം പ്രമാണങ്ങളനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ, അതാണ് നിങ്ങൾ പ്രമാണങ്ങളനുസരിച്ച് വേണം പോകാൻ. എന്തുകൊണ്ടാണ് അവർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞുഴഞ്ഞത്? പ്രമാണങ്ങൾ പാലിച്ചില്ല, ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചില്ല. അതുകൊണ്ട് അവർക്ക് 40 വർഷങ്ങൾ നഷ്ടമായി. എന്നാൽ ഇനിയും നിങ്ങൾക്ക് വർഷങ്ങൾ നഷ്ടമാകാതിരിക്കാനായിട്ട് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകൾ സ്നേഹിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ദൈവം അവർക്ക് വിജയം നൽകുകയും ചെയ്തു. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.